അങ്ങനെ ആപ്പിൾ iOS 26 ബീറ്റ 6 ഒഫീഷ്യലി റിലീസ് ചെയ്തേക്കുവാണ്. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആപ്പിൾ ഒഫീഷ്യലി iOS 26 നമ്മുടെ എല്ലാ ഡിവൈസുകളിലേക്ക് റിലീസ് ചെയ്യാൻ. 11 സീരീസ് മുതലാണ് iOS 26 സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ അപ്ഡേറ്റ് സൈസ് ബീറ്റ 6ൻ്റെ ഒരു അപ്ഡേറ്റ് iPhone 16e എനിക്ക് ലഭിച്ചത് 9.53 GB ആണ്. അതായത് 9.5 GB സൈസാണ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ബൂട്ടപ്പിൽ തന്നെ പുതിയൊരു ഓൺ ബോർഡിങ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. iOS 26ൻ്റെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ചേഞ്ചസ്, അതിൻ്റെ ഒരു ഓൺ ബോർഡിങ് ആനിമേഷൻ നമുക്കിവിടെ സെറ്റപ്പ് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു ഗ്ലിംസ് ആദ്യമായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പുതുതായിട്ട് iOS 26 പരിചയപ്പെടുന്നവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഏതാനും ചില ഹൈലൈറ്റുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേർഷൻ നമ്പറിലേക്ക് വരുമ്പോൾ 23A5318C എന്നുള്ളതാണ്. സോ C എന്ന് പറയുന്ന ആൽഫബറ്റ് അവസാനം കൊടുത്തിരിക്കുന്നതിൻ്റെ സൂചന ഇനി ഇതിൻ്റെ പബ്ലിക് റിലീസ് അല്ലെങ്കിൽ ഇതിൻ്റെ RC റിലീസ് കാൻഡിഡേറ്റ് വേർഷനിലേക്ക് വരാൻ ഇനി 2 ആൽഫബറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബിയും എയും. സോ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിലീസ് കാൻഡിഡേറ്റ് വേർഷൻ ലഭിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പബ്ലിക് റിലീസാണ്. അപ്ഡേറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞ് ഡിവൈസ് ഓണായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലൂയിഡിറ്റിയാണ്. OS കംപ്ലീറ്റ്ലി കുറച്ചും കൂടെ ആനിമേഷൻസ് ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്ററായി എന്നുപോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഏത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തെങ്കിലും ക്ലോസ് ചെയ്യണമെങ്കിലും ഒരു ക്വിക്നെസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻറ്റയർ OS അതിപ്പം പുതിയ ഡിവൈസിലായാലും ഓൾഡർ ജനറേഷൻ ഐഫോൺ 11 സീരീസിലാണെങ്കിൽ പോലും പല യൂസേഴ്സിൻ്റെയും ഫീഡ്ബാക്കിൽ ലഭിച്ച ഒരു കാര്യം കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ സ്മൂത്തർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 7 പുതിയ റിംഗ് ടോണുകളാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. സോ റിംഗ് ടോൺ ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ 7 റിംഗ് ടോണുകൾ കാണാൻ സാധിക്കും. പ്രീവിയസ് അപ്ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിഫ്ലക്ഷനകത്ത് നമുക്ക് 2 റിംഗ് ടോണുകളാണ് കാണാൻ സാധിക്കുന്നത്. ഓരോന്നായിട്ട് പ്ലേ ചെയ്യാം. കൊള്ളാം. അതോടൊപ്പം ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. 3 സെറ്റിങ്സിൽ തന്നെയാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നിരവധി ഇതുപോലത്തെ ടോഗിൾ സ്വിച്ചുകൾ നമുക്ക് നിരന്തരം അല്ലെങ്കിൽ പല ഓപ്ഷൻസിലായിട്ട് നമുക്ക് സെറ്റിങ്സിൽ കാണാൻ സാധിക്കും. അവിടെ ഇവിടെ എല്ലാം ഈ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. സോ ടോഗിൾ സ്വിച്ചിൻ്റെ ആനിമേഷൻ ആപ്പിൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ചിൻ്റെ ആനിമേഷൻ എന്ന് പറയുന്നത് അതിപ്പം iOS 18, 17, 26 ഇതുവരെ ഉണ്ടായിരുന്ന ബീറ്റ 5 വരെയാണെങ്കിലും ഈ ഒരു ആനിമേഷനാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് മാറും. എന്നാൽ ബീറ്റ 6ലേക്ക് ആപ്പിൾ വന്നപ്പം ആനിമേഷൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗ്ലാസ് എഫക്റ്റ് കൃത്യമായിട്ട് സ്വിച്ച് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഗ്ലാസി എഫക്റ്റിൻ്റെ കാര്യം പറയുമ്പം കുറേയധികം റിഫൈൻമെൻറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവിടെ ബീറ്റ 5ലും 4ലും നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ ഫ്രോസ്റ്റി ഗ്ലാസ് ഫിനിഷാണ്. അതൊരു ട്രൂ ഗ്ലാസ് എഫക്റ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ ബീറ്റ 6ലേക്ക് വന്നപ്പോൾ നമുക്ക് ആ വാൾപേപ്പേഴ്സിൻ്റെ കളേഴ്സ് അത് റിഫ്ലക്റ്റ് ആകുന്ന കാണാൻ സാധിക്കും. അതോടൊപ്പം ഇതൊരു വലിയ മാറ്റമല്ല. അതായത് വാൾപേപ്പർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വാൾപേപ്പർ സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് പുതിയൊരു ക്യാൻസൽ ബട്ടൺ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ്ലി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം ഇപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാൻസൽ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, പിന്നെ കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നീട് വന്നൊരു മാറ്റം ഐക്കൺസിൻ്റെ കാര്യത്തിലാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ബീറ്റ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തതാണ് ഗെയിം ഐട്യൂൺ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻസ് ആ ഒരു ഷാഡോസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി നിൽക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പം ആപ്പിൾ കുറച്ചും കൂടെ അത് റിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഷാഡോസിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐക്കൺസ് മൊത്തത്തിൽ കുറച്ചും കൂടെ പോപ്പപ്പ് ആകുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു കളേഴ്സ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ വിസിബിളായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതോടൊപ്പം ബാറ്ററി ഐക്കൺസിൻ്റെ ഫീച്ചർ ആപ്പിൾ കുറച്ചും കൂടെ ക്ലാസി ആക്കിയിട്ടുണ്ട്. ഇതുവരെ iOS 18ലും 17ലും ഒക്കെ കണ്ട പോലെ ഒരു ഫ്രോസ്റ്റി ഫിനിഷാണ്. പക്ഷേ ബീറ്റ 6ലേക്ക് വന്നപ്പം നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഗ്ലാസിനെസ് അതിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കും. പിന്നീട് കാർപ്ലേ ബേസ് ചെയ്തിട്ട് നിരവധി യൂസേഴ്സ് അതിന് കംപ്ലൈൻറ്റുകൾ നമ്മുടെ കമൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം വയർലെസ്ലി കാർപ്ലേ പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട്. അതോടൊപ്പം പുതിയ വാൾപേപ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ കാർപ്ലേയുടെ നിരവധി ബഗ്ഗുകൾ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആനിമേഷൻസ് മൊത്തത്തിൽ ആ UIക്ക് കുറച്ചും കൂടെ ആനിമേഷൻ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു കമ്പാരിസണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ക്വിക്നെസ് 16e കമ്പയറിങ് ടു 14 Pro ഇതൊരു പുതിയ ഡിവൈസ് ആയതുകൊണ്ടല്ല, ഇത് മൊത്തത്തിൽ ഓൾ അക്രോസ്
iOS 26 ഈവൻ ഓൺ iPhone 11 സീരീസിലാണെങ്കിൽ പോലും ഈ ഒരു ആനിമേഷൻസ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. കാരണം ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഒരു റെസ്പോൺസ് ക്വിക്കറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. സോ ഇവിടെ ക്യാമറയുടെ കാര്യത്തിലും ആ ഒരു ചെറിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പം പ്രീവിയസ് അപ്ഡേറ്റിൽ നമ്മൾ കണ്ടിരുന്നു, ഇവിടെ നമുക്ക് ഈ ക്യാമറ ഓപ്ഷൻസ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ടാബ് ഓപ്ഷൻ കൊടുത്തിരുന്നു, ഒരു ടോഗിൾ സ്വിച്ച്. അത് ആപ്പിൾ ഇപ്പം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഡിഫോൾട്ടായിട്ട് iOS 17 18 എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നമുക്ക് സ്വൈപ്പിംഗ് ഓപ്ഷൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം ഇടത്തുള്ള ഓപ്ഷൻസും വലത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള ഓപ്ഷൻസും നമുക്കിവിടെ ടോഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സെറ്റിങ്സിൽ തന്നെ മറ്റോരോ ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു ബൗൺസി ആനിമേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് കമ്പയറിങ് ടു പ്രീവിയസ് അപ്ഡേറ്റ് നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ബൗൺസിനെസ് അവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 14 Proയിൽ ഇങ്ങനെ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പം അങ്ങനെ ബൗൺസിനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് നേരെ മറിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ഒരു ബൗൺസിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നീട് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് UI എലമെൻറ്റുകളുടെ കാര്യത്തിലാണ്, അതിൻ്റെ ഇൻട്രാക്ഷൻസ്. ആപ്പിളിൻ്റെ എല്ലാ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസിലും ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ബീറ്റ 6ഉം ബീറ്റ 5ഉം തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇവിടെ നമ്മൾ ആ കളേഴ്സിൻ്റെ ബാക്കിൽ കൂടെ ആ ഒരു മെനു ഓപ്ഷൻ കാണാൻ സാധിക്കും. ടുഡേ എന്ന് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ബീറ്റ 6ൽ ഈവൻ ദോ ടെക്സ്റ്റ് അതിൻ്റെ കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലും വളരെ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അപ്പിയർ ആകുന്നത്. സോ ടുഡേ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഗെയിംസ്, ആപ്സ്, ആർക്കേഡ് ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കളേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ബെറ്റർ മീൻസ് ഇൻ എ സെൻസ് ആ ഒരു ഫ്രോസ്റ്റിനെസ് മാറ്റി അതോടൊപ്പം തന്നെ ആ ഒരു ഗ്ലാസി ഫീലിംഗ് ഇവിടെ കൊടുക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് ടെക്സ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് വായിക്കാനും സാധിക്കുന്നുണ്ട്. സോ അതൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെയാണ്. അത് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു ഗ്ലാസ് UI, ലിക്വിഡ് ഗ്ലാസ് UIനെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫോൺ ആപ്പിൻ്റെ സെറ്റിംഗ്സിനകത്തും കുറേയധികം അഴിച്ചുപണികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, ഡിറ്റക്ട് കോൾ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ മാറ്റി ഹോൾഡ് അസിസ്റ്റ് ഡിറ്റക്ഷൻ എന്നുള്ള ആ ഒരു ടേംസിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2, വോയിസ് മെയിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെയാണ് കാണാൻ സാധിക്കുന്നത്, ഇതിൽ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കോൾ ഫിൽറ്ററിംഗ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ മൂവ് ടു അൺനോൺ കോളേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് മാറ്റി അൺനോൺ കോളേഴ്സ് എന്ന് സിമ്പിളാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സെർച്ച് ഓപ്ഷനിലെ കാര്യത്തിലും അതോടൊപ്പം സെർച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. നമ്മളിപ്പം സെറ്റിങ്സിനകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഫോൺ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ സെറ്റിങ്സിനകത്തുള്ള മറ്റ് ഓപ്ഷൻസും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പോപ്പപ്പ് ആകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഫോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ സെറ്റിംഗ് സെർച്ച് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കീബോർഡിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ ഇതിൽ എനിക്ക് സെർച്ച് ടാബ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു സെർച്ച് ടാബ് എന്ന് പറയുന്നത് ബീറ്റ 4 അല്ലെങ്കിൽ 5ൻ്റെ സെർച്ച് ടാബാണ്. കൊള്ളാം, കാരണം അതിലൊരു കുറച്ചും കൂടെ ഗ്ലാസിനെസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബീറ്റ 6ൻ്റെ സെർച്ച് ടാബ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രോസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അവിടെ റിഫ്ലക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വലിയ രീതിയിൽ കാണാൻ സാധിക്കത്തില്ല. ഇതെല്ലാമാണ് iOS 26ൻ്റെ ബീറ്റ 6ൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബഗ് ഫിക്സുകൾ, പെർഫോമൻസ്, ബാറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബഗ് ഫിക്സുകൾ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ക്വിറ്റ് ആകുന്ന ഇഷ്യൂ. അത് കഴിഞ്ഞ 2 അപ്ഡേറ്റിൻ്റെ ശേഷവും യൂസേഴ്സ് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസ് ഓപ്പണായി നമ്മളൊന്ന് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ, ഇപ്പം ക്യാമറ ആപ്ലിക്കേഷനിലാണെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എക്സിറ്റ് ആകുന്നു അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി ക്വിറ്റ് ആകുന്ന ഇഷ്യൂ അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണോ, ഇത് സേഫ് ആണോ, അതോ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ, അങ്ങനെയുള്ളത് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ബെയ്റ്റ അപ്ഡേറ്റ് ആണ്. അപ്പം ബെയ്റ്റ അപ്ഡേറ്റുകളെ ആ ഒരു രീതിയിൽ, ആ ഒരു സെൻസിൽ തന്നെ നമ്മൾ കാണുക. തീർച്ചയായിട്ടും ബഗ്ഗുകൾ ഉണ്ടാകാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇതൊരു ടെസ്റ്റിംഗ് OS ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ ബാറ്ററി ആൻഡ് പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലംസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കഴിഞ്ഞ അപ്ഡേറ്റുകൾ ഇപ്പം ബെയ്റ്റ 4 മുതൽ പറയുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ഓൾ അക്രോസ് ഡിവൈസുകൾ കാഴ്ചവെക്കുന്നത്. അതിൽ ബെയ്റ്റ 5 കുറേയും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ബെയ്റ്റ 6ലേക്ക് വന്നപ്പം എനിക്ക് ആ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സോ അല്ലെങ്കിൽ ചേഞ്ചസോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബെയ്റ്റ 5ൽ എന്താണെന്നോ ഉണ്ടായിരുന്നു അത് തന്നെ നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ബഗ്ഗുകളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറേയധികം റിഫൈൻമെൻറ്റ്സ് UIയുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും iOS 26ൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. കുറേ ഫീച്ചേഴ്സ് തന്നു അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കുത്തിക്കയറ്റി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിലുപരി വേണ്ടത് നമുക്ക് സ്റ്റെബിലിറ്റിയാണ്. സോ OSന് സ്റ്റെബിലിറ്റി, ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് തരുന്നത് യൂസേഴ്സിന് കൂടുതൽ ധൈര്യമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബഗ്ഗുകളെ മിനിമൈസ് ചെയ്യാനും ബാറ്ററി പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും
ആ ഒരു സ്റ്റേബിൾ OS ആണ് എന്നുണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. അത് തന്നെയാണ് iOS 26 എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇതുവരെയുള്ള റിലീസുകളിൽ ആപ്പിൾ ആ ഒരു ഇൻറ്റൻഷൻ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം കാര്യം ചെറുതാണെങ്കിലും നല്ല രീതിയിൽ ആപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. catch you guys next video. Until then, peace.